ഹബീബത്താത്ത മരുമോള് പ്രസവത്തിന് കൊണ്ടുപോകുന്ന പരിപാടി പറഞ്ഞപ്പോഴേ മനസ്സിൽ വിചാരിച്ചതാ പോകണം എന്നുള്ളത്. ഇക്കാക്ക് ട്രിപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെറുകോട്ടേക്ക് വന്നേക്കുക. രാവിലെ എണീറ്റപ്പോൾ നല്ല തലവേദന. എനിക്ക് അത്രയും വേദന ഇപ്പോൾ അടുത്തൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഗുളിക വാങ്ങിയിട്ടാണ് ചെമ്മാണിയോട്ടേക്ക് പോകുന്നത് കേട്ടോ. അത് കുടിച്ചിട്ട് മാറുന്നതിനനുസരിച്ച് പോകണോ വേണ്ടേ തീരുമാനിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നിറങ്ങിയാൽ പിന്നെ ആദ്യം ഞാൻ പച്ചക്കറിയും തൈകളൊക്കെ നോക്കിയിട്ട് അകത്ത് കയറുള്ളൂ. പുതിയൊരു കരിയേപ്പിൻ്റെ തൈ നട്ടേൻ്റെ കൊമ്പ് അതാ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അകത്തേക്ക് കയറി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അപ്പൂസിന് കഞ്ഞിയൊക്കെ കുടിച്ചപ്പോഴേക്ക് പരിപാടിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. CMK ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പ്രസവത്തിന് കൊണ്ടുവന്ന പരിപാടി ഉണ്ടായത്. 11:30 ആയപ്പോഴേക്ക് മോനും മോളൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ പോകണ്ട, ഇപ്പം തന്നെ പോയി അവരൊക്കെ വന്ന് പരിപാടിയൊക്കെ തുടങ്ങാൻ ഒരുപാട് ടൈമാവും, അതുവരെ ഒന്നും അപ്പൂസ് നിൽക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു 12:30 ആയപ്പോഴാണ് പോയത് കേട്ടോ. ഇവിടെ അടുത്താണ്, 1 കിലോമീറ്റർ ഓഡിറ്റോറിയത്തൊക്കെ ഉള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്ക് നമ്മളെ ഫാമിലിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവരും നമ്മളറിയുന്ന ആളുകളാണ്. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാകുമ്പോഴല്ലേ എല്ലാവരും കാണാം. എനിക്ക് മൂത്തമ്മാൻ്റെ, അതായത് ഇക്കാൻ്റെ മൂത്താപ്പാൻ്റെ ആ ഒരു ഫാമിലിയിൽ എന്ത് പരിപാടി ഉണ്ടാകുന്നതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഉമ്മാൻ്റെ ഫാമിലി വേങ്ങൂർ ഉണ്ടാവണം എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് നമ്മളതെന്ന് തോന്നുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, എല്ലായിടത്തും പോയാൽ നമുക്ക് ആ ഒരു കംഫർട്ട് ഫീൽ കിട്ടില്ല. പക്ഷേ ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഈ രണ്ട് ഫാമിലിയിൽ ഉണ്ടാകുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചും പോകാൻ ഇഷ്ടമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൂസിനെയും കൊണ്ട് പുറത്തു കൂടെ ആയിരുന്നു കേട്ടോ. ആദ്യം മോളും മോനൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഫുഡ് കഴിക്കാൻ സമയമായപ്പോൾ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം കഴിച്ചിട്ട് എണീറ്റിട്ടാണ് പിന്നെ അപ്പൂസിനെ എൻ്റെ അടുത്ത് തന്നിട്ട് ഇക്ക കഴിക്കാൻ പോയത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചപ്പോൾ അപ്പൂസ് ഹാപ്പിയായി. ആൾക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇതാ നിൽക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ പരിപാടി, കുറേ സമയം ഓട്ടമായിരുന്നു. പിന്നെ ഇതൊക്കെ തന്നെ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അവരോട് യാത്ര പോലും പറയാൻ പറ്റിയില്ല, നേരെ വീട്ടിൽ പോകുന്നു കേട്ടോ. അപ്പൂസ് വന്ന ഉടനെ തന്നെ ഉറങ്ങി. ആ ഉറക്കിൻ്റെ പ്രശ്നമാണ് അവിടെ കണ്ടത്. അപ്പം ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ വിചാരിച്ചേ വേഗം മുറ്റമൊക്കെ ക്ലീൻ ചെയ്താൽ ഇനിയിപ്പോൾ നാളെ രാവിലെ എല്ലാം കൂടെ തുടങ്ങണ്ടല്ലോ. അപ്പോൾ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ മുറ്റമൊക്കെ അടിച്ചോരി പച്ചക്കറിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട്, അവിടെ അത്തിപ്പഴം പുതിയത് ഉണ്ടായിട്ടുണ്ട്, അമ്പഴങ്ങ മൂത്തിട്ടുണ്ട്. അതൊക്കെ സെറ്റാക്കി വന്നപ്പോഴേക്ക് അപ്പൂസ് ഉണർന്നിട്ടുണ്ടായിരുന്നു. അവനൊക്കെ മാനേജ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് പൂളയൊക്കെ കൊടുന്നു, പൂളി ഇറച്ചിയിട്ട് കൂട്ടാനില്ലേ അതൊക്കെ കൊടുന്നിരുന്നു. അതൊക്കെ അവർ കഴിച്ച് തറവാട്ടിലേക്ക് പോയപ്പോൾ ഞാൻ വീട് ക്ലീൻ ചെയ്ത് അടിച്ചോരി തുടച്ചങ്ങാണ്ട് മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച്. അപ്പോൾ ഇനി പോയി കിടക്കട്ടെ. ഇന്നത്തെ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ നാളെ നമുക്ക് വീണ്ടും കാണാം.